ഹലോ വെൽക്കം ബാക്ക്. കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സ്കൂളിൽ വെക്കേഷൻ ആണെങ്കിലും മദ്രസയിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞായറാഴ്ച മുതൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ 6:45-നാണ് റൈഹാന് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇതാ ഇറങ്ങിയപ്പം തന്നെ ആദ്യം കാണുന്നത് ഇതാ മാങ്ങയാണ്. അപ്പോൾ അപ്പുറത്ത് വീട്ടിലെ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതാ 3 ഉണ്ടായിരുന്നു. അങ്ങനെ അത് പറക്കി തന്നിട്ടാണ് ഇതാ റൈഹാൻ പോകുന്നത്. പിന്നെ ഇതാ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് ഞാൻ അകത്ത് കയറി. പിന്നെ ഫസ്റ്റ് ചെയ്യുന്നത് തലേന്ന് കഴുകി രാത്രി വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ വെള്ളമൊക്കെ തോർന്നിരിപ്പുണ്ടായിരിക്കും. അത് ആദ്യം അതാത് സ്ഥാനത്ത് പറക്കി വയ്ക്കും. അതിനുശേഷമാണ് ബാക്കി ജോലിയിലേക്ക് കടക്കുന്നത്. പിന്നെ അതാ ഞാൻ ഫ്രീസറിൽ മീൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നെത്തോലിയാണ്. അപ്പം നല്ലതുപോലെ അത് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ അതാ ഫ്രൈ ചെയ്യാനുള്ള മീനും മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നെത്തോലി ഒന്ന് അതേപോലെ ആ ടിന്നിനകത്ത് തന്നെ വെള്ളം ഒഴിച്ച് ഒന്നിട്ട് പിന്നെ അതാ അരി കഴുകി അതും ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് വെച്ച് പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്ക് മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കലക്കി ദോശ ചുട്ട് ദോശയുടെ കൂടെ കറിയായിട്ട് ഇതാ ചമ്മന്തിയും പിന്നെ ഇതാ ചായ ഇട്ട് വെച്ച്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് റൈഹാൻ മദ്രസ വിട്ട് വരാൻ ടൈമാവും. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് ഇതാ റൈഹു മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ തലയിലായിരുന്ന തൊപ്പി തിരിച്ചു വന്നപ്പോൾ ബാഗിലായി. ചൂട് കാരണം അത് ഊരി വെച്ചെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ അതാ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്ക് ആകെ ഒരു ഇമ്മിണിയെ വെള്ളമേ കിട്ടിയുള്ളൂ. ആ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ മോള് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് മെഴുക്ക് വരട്ടാനായിട്ട് വഴുതണങ്ങ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതാ മാങ്ങ ഇട്ടിയത് കൊണ്ട് തന്നെ നെത്തോലി മാങ്ങ ഇട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ എനിക്കിന്ന് തേങ്ങ എഴുതി തരുന്നത് എൻ്റെ റൈഹു ആണ്. അപ്പം മിക്കവാറും ഇവിടെ തേങ്ങ എഴുതി തരുന്നത് ഒന്നീ റൈഹു അല്ലെങ്കിൽ റംസു ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ചാൻസ് റൈഹുവിനായിരുന്നു. അപ്പോൾ റൈഹു ഇതാ തേങ്ങയൊക്കെ തിരുവി തന്നു. പിന്നെ അതാ മാങ്ങ കട്ട് ചെയ്യാത്തപ്പോഴേ ഓടി വന്നു മാങ്ങ തിന്നാൻ കൊടുക്കുമെന്ന്. പിന്നെ അതാ മീൻകറിക്ക് അരച്ചെടുത്ത് പിന്നെ അത് അടുപ്പിലോട്ടാക്കി. മീനൊക്കെ തലേന്നേ കഴുകി വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ജോലി ഇല്ലായിരുന്നു. പിന്നെ അതാ കറിയൊക്കെ നല്ലപോലെ തിളച്ച് നേത്തോലി ഇട്ട് കൊടുത്ത് പിന്നെ അതാ മീനും പൊരിച്ച് വഴുതണങ്ങ മെഴുക്ക് വരട്ടിയും റെഡിയാക്കി. പിന്നെ വീടൊക്കെ തൂത്ത് തുടച്ച് കുളിച്ച് നിസ്കരിച്ച് ഇതാ ഉച്ചക്കത്തെ ചോറും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അതാ മറൂസിന് 4:30 മദ്രസയിൽ പോകണം. അപ്പോൾ 4 മണിയാകുമ്പോൾ ഓട്ടോ വരും. പിന്നെ അതാ ചായയൊക്കെ ഇട്ട് മോക്ക് പാലാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ വൈകിട്ടത്തെ ചായയും ഒക്കെ കുടിച്ച് പിന്നെ അതാ മറൂസ് മദ്രസയിൽ പോകാനായിട്ട് അതെ ഒരുങ്ങി പോവാണ്. പിന്നെ ഇതാ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ റംബൂട്ടാൻ ഇത് പൂത്തതാണ്. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വീട് താമസിച്ചപ്പം നട്ട റംബൂട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഓട്ടോ വന്ന് ഓട്ടോയിൽ കയറിയതാ മറൂസ് പോകുന്നുണ്ട്. മറൂസ് ഇതാ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ ബാക്കിൽ വന്നിട്ട് കുറച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച്. ചെടിയെന്ന് പറയാനായിട്ട് ഒരുപാടൊന്നും ഇല്ല. കുറച്ച് കറിവേപ്പിലയൊക്കെ ബാക്കിൽ നിൽപ്പുണ്ട്. കറിവേപ്പില, പച്ചമുളക്, കാന്താരി, വഴുതണങ്ങ, പിന്നെ ജബോട്ടിക്കാബ, മാവ് അതൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ചെടിയെന്ന് പറയാനായിട്ട് ഇതാ ഈ അടീനിയാണ് നട്ടിട്ടുള്ളത്. അത് ഞാൻ നട്ടതല്ല, എൻ്റെ അത്ത നട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പം ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പം വീട്ടിലൊക്കെ പോയാലും 2-3 ദിവസമൊക്കെ അതങ്ങ് വെള്ളമൊന്നും ഇല്ലാതെ നിന്നോളും. പിന്നെ അതാ വലിയ വായനക്കാരൻ പേപ്പറൊക്കെ വായിക്കുന്നു. ആ സമയം ഞാനും കുറച്ച് കളിക്കുടുക്ക എടുത്ത് വായിച്ച്. അങ്ങനെ ഇതാ 6 മണിയായപ്പോഴത്തേക്ക് മറൂസ് മദ്രസ വിട്ട് വന്ന് പിന്നെ അതാ കുറച്ച് കരിയിലയും പിന്നെ പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കത്തിച്ച് ഇത് പാഷൻ ഫ്രൂട്ടായിരുന്നു. നേരത്തെ ചുറ്റി പടർന്നു പോയി. പിന്നെ പിടിച്ച പാഷൻ ഫ്രൂട്ടൊക്കെ ഒരു പന്നലായിരുന്നു. അങ്ങനെ ഞാൻ വെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതാ വീണ്ടും അതെല്ലാം നല്ലതുപോലെ പൊട്ടിക്കിളിച്ച്. അപ്പോൾ ഇതാ അങ്ങോട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. കയറൊന്നും കിട്ടാത്തതുകൊണ്ട് തുടയ്ക്കാൻ ഒരു നൈറ്റി ഉണ്ടായിരുന്നു. അത് കീറിയെടുത്ത് കുറച്ച് കയറായിട്ട് ഇതാ കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിപ്പോവോ എന്നറിയത്തില്ല. പിന്നെ ഇതാ രാവിലെ കിട്ടിയ മാങ്ങ വന്ന പാടെ ഇതാ കടിച്ച് പറിച്ചെടുക്കുകയാണ്. ഫ്രണ്ടിൽ 2 പല്ലില്ലാത്തത് കൊണ്ട് അതിനകത്തൂടെ കടിച്ച് പറിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു പഴുത്ത മാങ്ങ താഴെ ഉമ്മയും കൊടുത്തു വിടുന്നതാണ് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഡെയിലി 2-3 വീതം അവർ കൊടുത്തു വിടും.
പിന്നെ ഇതാ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് തൈര്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒഴിച്ച് വയ്ക്കുകയാണ്. ഒരല്പം ഉറയിലേക്ക് ഡയറക്റ്റ് കവർ പാൽ പൊട്ടിച്ച് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി നമുക്ക് തൈര് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെയൊക്കെ പാല് കാച്ചിയിട്ട് തണുത്തിട്ടൊക്കെ ആയിരുന്നു ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇത് ഉമ്മി പറഞ്ഞു തന്ന ഐഡിയ ആണ്. അപ്പോൾ ഒരല്പം ഉറയിൽ കവർ പാൽ ഡയറക്റ്റ് പൊട്ടിച്ച് വെച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല കട്ട തൈര് കിട്ടും. പിന്നെ ഇതാ മഗ്‌രിബിൻ്റെ സമയത്ത് നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ രാത്രി കഴിക്കാനായിട്ട് ദോശയും മീൻകറിയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇക്ക വിളിച്ച് പിന്നെ ഇക്ക അടുത്ത് ഞങ്ങളെല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം രാത്രി തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ രാവിലെ ആകുമ്പം ഒരു അടുക്കള വന്ന് കയറാൻ വരെ ഒരു നമുക്കൊരു തൃപ്തി ആയിരിക്കത്തില്ല. അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി അടുക്കളയും ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ലതുപോലെ വെള്ളമൊക്കെ വടിച്ച് കളഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കി പിന്നെ റൂമിൽ പോയിട്ട് പിന്നെ മോടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്ത് പിന്നെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച് വീട്ടിൽ അത്തായി അമ്മായിയൊക്കെ ഒന്ന് വിളിച്ച് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. ബായ്.